നിന്നെ സ്നേഹിച്ച പെൺകുട്ടിയെ എന്തിനാണ് നീ കൊന്നുകളഞ്ഞത്? അഫാനെ ലാസ്റ്റ് എന്നാ കണ്ടേക്കുന്നേ ചേച്ചി? ഞാൻ ഇപ്പൊ കണ്ടിച്ച് 2-3 മാസമായി. അപ്പൊ ലാസ്റ്റ് കണ്ടപ്പോ എന്താ അഫാൻ എന്താ പറഞ്ഞേ? അപ്പാൻ ചോദിക്കുന്നു മച്ചി അപ്പിയാ ഫർസാനയാ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തെന്ന് പുള്ളി ഇപ്പം പുള്ളി അത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. അല്ല, ഇപ്പൊ അവിടെ ചികിത്സ നടക്കുന്നു. എവിടെ? പൂജപ്പുരയല്ലേ? ജയിലിലോ? ജയിലില്. അതായത് ശരി 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 ശരി. അപ്പൊ ഈ എന്തെങ്കിലും ഒരു കുറ്റബോധം അങ്ങനെ എന്തെങ്കിലും ഒരു പരാമർശം? കുറ്റബോധമാണ്. അവൻ ആദ്യമേ കണ്ടപ്പോഴേ കരച്ചിലാണ്. അവന് കുറ്റബോധമാണ്. നിങ്ങളപ്പോ ഈ പച്ചക്കറിയുടെ കച്ചവടം കൊണ്ട് ഈ നമ്മുടെ ഈ കടം വീട്ടാൻ പറ്റുമോ? എന്താണ് സാഹചര്യം? അങ്ങനെ ഒന്നുമില്ല. പച്ചക്കറി കുറച്ച് ഇതൊക്കെ വരുമാനമൊക്കെ ഉള്ളൂ. പിന്നെ ചികിത്സയ്ക്കുള്ള വരുമാനം ഒന്നും കിട്ടൂല. അതിന് സ്കാനിങ്ങിനൊക്കെ ഒരുപാട് പൈസ വേണം. പിന്നെ എനിക്ക് മാസം തോറും ഒരു 5000 രൂപ ഗുളിക വാങ്ങിക്കാനുള്ള പൈസ വേണം. അതൊക്കെ അതിൽ ഒരുവിധം നടന്നു പോകുന്നേ ഉള്ളൂ. അപ്പൊ ഈ പേരുമലയിലെ വീട് എന്താണ്? നമ്മളത് വിൽക്കാൻ ഇട്ടേക്കുകയാണോ അതോ നമ്മളെ ഇത് തന്നെയാണോ ഇപ്പം? ഇപ്പോഴും അവിടെ ഇത് ലോണിന്റെ രീതിയിൽ കിടക്കുകയാണ്. ഒന്നും ആയിട്ടില്ല അല്ലേ? അവിടെ പിന്നെ നിങ്ങൾ പോയിട്ടില്ല? ഇല്ല, ഞാൻ പോയിട്ടില്ല. ഹസ്ബൻഡ് പോവാറുണ്ട്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം നമ്മൾ കണ്ടത് കാലം പറഞ്ഞ കഥ എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ആ സിനിമ വരുന്നത് നമ്മൾ അറിഞ്ഞത് തന്നെ ഇതുപോലൊരു പ്രശ്നം ഇവിടെ നടക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അഫാന്റെ പിതാവ് പോയിട്ടൊരു കേസ് കൊടുത്തിരുന്നു. അങ്ങേര് കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ ഇത് എന്റെ കഥയാണ്, എന്റെ മകന്റെ കഥയാണ്, ഇതിവിടെ ഇറക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേര് കേസ് കൊടുത്തത്. ഏതായാലും അങ്ങേര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ചിലപ്പോൾ വിചാരണയെ സ്വാധീനിക്കും. അതായത് സിനിമ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മകൻ ശിക്ഷിക്കപ്പെടും എന്നാണോ ഇത് ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതായത് ഇങ്ങേര് പറയുന്നത് ഈ സിനിമ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ വിചാരണയെ ബാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ വന്നു കഴിഞ്ഞാൽ എൻ്റെ മകന് ചിലപ്പോൾ ശിക്ഷ കിട്ടും എന്നാണോ? അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ കേട്ടത് ഉമ്മാന്റെ വർത്താനാണ്. ഉമ്മാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മാസത്തിൽ 5000 രൂപയോളം മരുന്ന് മേടിക്കാൻ വേണം, അതുപോലെ തന്നെ സ്കാനിങ്ങിന് പൈസ വേണം. ഇത് ഈ ഒരു പരുവത്തിലാക്കി അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും അവനെ പോയിട്ട് ഞാൻ ജയിലിൽ കാണാറുണ്ട്. ജയിലിൽ കാണാൻ പോകുമ്പോൾ അവൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നല്ലേ? അതായത് ഉമ്മ ഫർസാനക്ക് സുഖാണോ, ഉമ്മ എൻ്റെ അനുജന് സുഖാണോ? കുറച്ച് കഴിഞ്ഞാൽ ഉമ്മ പറയുന്നുണ്ട് അവൻ അതോർത്തിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതും കാണാം, പശ്ചാത്തപിക്കുന്നതും കാണാമെന്ന്. എന്ത് തേങ്ങാക്കൊല്ലിയാണോ ഇവർ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. കാര്യം ശരിയാണ്, നിങ്ങളുടെ മകനാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അവൻ ചെയ്തു വെച്ചത് മുഴുവൻ വളരെ തെറ്റ് തന്നെയാണ്. അവൻ അവിടെ കിടന്ന് അനുഭവിക്കട്ടെ. ഇനി വെളിയിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തന്തേനെയും തള്ളേനെയും എല്ലാം അവർ നോക്കും. അവൻ പലരെയും നോക്കി വെച്ചിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ മകനെ പേടിച്ചിട്ട് എന്തോ മനുഷ്യന്മാർക്ക് ജീവിക്കണ്ടേ ഇവിടെ? നിരപരാധികളായ 3 പേര് 4 പേരെയാണ് അവൻ ഇതാക്കിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളോടുള്ള ദേഷ്യങ്ങൾ തീർക്കേണ്ടതെന്നാൽ നിങ്ങളെ കുടുംബത്തിലോടല്ലേ? അതല്ലല്ലോ ചെയ്തത്. ഒന്നും അറിയാതെ ഒരു പെൺകുട്ടിയുടെ ജീവിതം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞൊരു വയസ്സായ സ്ത്രീ, പിന്നെന്ന് പറഞ്ഞാൽ ഇതൊന്നും അറിയാതെ ഇവരെ സഹായിക്കാൻ പോയ ഒരാളുടെ ജീവിതം, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾ ഇപ്പോഴും പറയുന്നത് എന്താണ്? അവനെ ഞാൻ കാണാൻ പോകാറുണ്ട് 3 മാസം. എന്താ അവൻ ദുബായി അവരെ സുഹാസിന് പോയതാണോ? ജയിലിൽ പോയി അവൻ അങ്ങനെ അവിടെ നിൽക്കട്ടെ എന്ന് വെക്കില്ലേ വേണ്ടത്? നിങ്ങൾ വേണമെങ്കിൽ കാണാൻ പോയിക്കോ, ഇതെന്തോ ചെയ്തോ. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് അവൻ പശ്ചാത്തപിക്കുന്നുണ്ട്. അവൻ അല്ലെങ്കിൽ ഫർസാനെ ചോദിക്കുന്നത് അല്ലെങ്കിൽ അനുജനെ ചോദിക്കുന്ന ഒന്നൊന്നും പറയരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് സങ്കടപ്പെടാൻ കഴിയില്ല, ചിരിക്കാനും കഴിയില്ല. കാരണം എന്താ വെച്ചാൽ അവൻ അങ്ങനെ ഒരു കുറ്റബോധം ഒരു മണ്ണാകട്ടി ഒരു തേങ്ങാക്കൊലിയില്ല. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. അതായത് ഈ ഒരു സംഭവം നടന്നത് മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്. അതായത് വീട്ടിൽ നിന്ന് വീണ് പിന്നെ പരിക്ക് പറ്റിയതാണ്, അല്ലെങ്കിൽ അങ്ങനെ വീണതാണ്, ഇങ്ങനെ വീണതാണെന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് വാർത്താ ചാനലിൽ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ അഫാന്റെ ഉമ്മാനോടും ഉപ്പാനോടും പറയുന്നത് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. അതായത് നിങ്ങൾ ജീവിക്ക്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഈ അഫാന്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിട്ട് എന്തിനു വെറുതെയെങ്കിലും, അതായത് എന്തൊക്കെയാവും കാട്ടിക്കൂട്ടിയത്. ഇനി അവനെ നിങ്ങൾ പുറത്തു കൊണ്ടുവരാനാണോ ശ്രമിക്കുന്നത്? പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മറ്റുള്ള ബന്ധുക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ഇവൻ മാറുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതായത് നിഷ്ഠൂരമായിട്ട് 5 പേരെന്ന് പറഞ്ഞ കൊലപ്പെടുത്തുമ്പോൾ പോലും ഇവന്റെ മനസ്സ് പതറിയിട്ടില്ലെങ്കിൽ, ഇവനെ വിശ്വസിച്ച് വന്ന ഇവന്റെ അനുജനെ വരെ മനസ്സിലാക്കണം നിങ്ങൾ. എന്തിനാ അനുജനെ കൊന്നത്? ഇവ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു സ്വാർത്ഥനാണ്. എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആ പണവും അടിച്ചു മാറ്റിയിട്ട് പോയിട്ട് ഇവന് സുഖമായിട്ട് ജീവിക്കാം എന്നാണ് ഇവൻ കരുതുന്നത്. അല്ലാതെ ഒരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നല്ലവനാണെന്ന് ഞാൻ പറയില്ല. അവൻ വളരെ മോശം പിടിച്ച ഒരു ചെറുക്കൻ തന്നെയാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ചില ആൾക്കാർ പറയും എന്താണോ അവൻ ജയിലിൽ പോയതല്ലേ, ശിക്ഷിക്കല്ലേ, അവൻ എന്തോ മണ്ണാങ്കട്ടിങ് ആയിക്കോട്ടെ.
പിന്നെ വേറെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇതെൻ്റെ ഒരു സംശയം മാത്രാട്ടാ. അതായത് ഈ സിനിമ ഇറങ്ങുന്ന കാര്യം നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഇനി സിനിമാ പ്രവർത്തകർ തന്നെ പോയിട്ട് ഇയാൾ ഇളക്കി വിട്ടതാണോ? ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, ആ സിനിമയിലൂടെ എന്തെങ്കിലും നേടുകയാണെങ്കിൽ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല എല്ലാവരും കൂടി ജനങ്ങളെ എന്താ മണ്ടന്മാരാക്കുകയാണോ? ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വിധിയെ സ്വാധീനിക്കുക? അതെന്താ അവിടെ ഇരിക്കുന്നവരൊക്കെ എന്താ വിഡ്ഢികളാണോ? സിനിമ വേറെ, അല്ലെങ്കിൽ വേറെ നടന്ന സംഭവം വേറെ തന്നെയല്ലേ? ഒരു സിനിമ കണ്ടിട്ട് ഏതെങ്കിലും ആരെങ്കിലും അവന്റെ കേസിനെ ബാധിക്കുമെന്ന് പറയോ? എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് 4-5 പേരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തിയ ഒരുത്തന്റെ വിധിയെ സ്വാധീനിക്കുമല്ലോ ഈ സിനിമ വന്നു കഴിഞ്ഞാൽ. ഇയാൾ എന്ത് മണ്ടത്തിലാ പറയുന്നത്? ഇയാൾ പറയുന്ന ഭൂലോക മണ്ഡലത്തിലാണ്. ഇപ്പോഴും ആ സിനിമ ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ഇനി 6-ാം തീയതി എല്ലാവരും ആ സിനിമ പോയി കണ്ടോളും. കാരണം അത് അഫാന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു പരസ്യമോ അതിന് കിട്ടാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവരൊന്നും നമുക്ക് ആരും വിശ്വസിക്കാൻ പറ്റൂല. ഇത്രയും കൊലപാതകവും കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോഴും ആ സ്ത്രീ പറയുന്നത് എന്തെല്ലാം ഉണർച്ചില്ല, ഇതെല്ലാം ഉണർത്തുന്നുണ്ട്, ഇതെല്ലാം ഉണർച്ചില്ല, എൻ്റെ വീട് എടുത്തില്ല. മനസ്സിലാക്കണം നിങ്ങൾ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് പണ്ട് പറഞ്ഞ് വെറുതെയാന്ന്. ഗൾഫിൽ പോയിട്ട് 5 പൈസയൊന്നും ഇവർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടാവില്ല. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, അതായത് നിങ്ങൾ ഈ വിധിയെ സ്വാധീനിക്കും അല്ലെങ്കിൽ സിനിമാ പ്രൊമോഷന് വേണ്ടിയിട്ടൊന്നും ഇത് ചെയ്യുമ്പോഴേ അതിനപ്പുറത്ത് ഒരു മാതാവുണ്ട്, ഒരു പിതാവുണ്ട്. അത് വേറെ ആരുമല്ല, ഫർസാന എന്ന് പറയുന്ന ഒരു യുവതിയുടെ പിതാവും മാതാവും. അവരുടെ വേദന നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നിങ്ങളുടെ മകനെ ന്യായീകരിക്കാതിരിക്കുമോ എന്തോ ചെയ്തോ. പക്ഷേ വരുമ്പം കോലും നീട്ടിയിട്ട് പറയുന്നവനോട് അത് പറയുമ്പോൾ അപ്പുറത്ത് വേദനിക്കുന്ന ഒരാളുണ്ട്. അതായത് ഫർസാനേൻ്റെ ബാപ്പിയും ഉമ്മയും. അത് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാം. ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല, അങ്ങനെ പറഞ്ഞു ഒഴിവാകുക. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനിയും ആരെങ്കിലും സഹായം കൊണ്ടുതരുന്നു പ്രതീക്ഷിച്ചിരിക്കുന്നതാണോന്നും നമുക്കറിയില്ല. അതായത് കടത്തിന്റെ പേരും കുറച്ച് സെന്റിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും ഇനി എന്തെങ്കിലും കൊണ്ട് തരുമല്ലോ. കുറച്ച് കഴിയുമ്പോൾ മകനും അങ്ങനെ ഇറങ്ങി അങ്ങ് വരും. പിന്നീട് അങ്ങോട്ടൊക്കെ സുഖമായിട്ട് ജീവിക്കാം. കുറച്ച് കഴിയുമ്പോൾ മകൻ വീണ്ടും ഇതേമാതിരി തോന്നിയവാസം ചെയ്യും. അതൊക്കെയാണോ ഇനി നിങ്ങളുടെ ഉദ്ദേശം എന്നും നമുക്കറിയില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും വളരെ മോശം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു സിനിമ, ആ സിനിമ പ്രൊമോഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ നല്ലത് തന്നെ മക്കളെ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല. ഇത് സിനിമാ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള കാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. മനസ്സിലാക്കി നിങ്ങൾ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സിനിമ വന്നു പോയാലോ വന്നാലോ ഒരു അറിയാനും കൂടി പോകുന്നില്ല. ഇതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട്. ഇനി വെഞ്ഞാറമൂട് വെഞ്ഞാറമൂട് എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ അഫാന്റെ കേസ് കഴിഞ്ഞിട്ടുമായിട്ട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള വെഞ്ഞാറമൂടിലെ ഒരു സംഭവം ആസ്പദമാക്കിയിട്ട് ഒരു സിനിമ വരുന്നത്, ഇല്ല അഫാനെ ആസ്പദമാക്കിയിട്ട് തന്നെ ഇവിടെ എന്താ പ്രശ്നം? ഈ 5 പേരെ കൊലപ്പെടുത്തിയവന് ഇനി എന്ത് ഭാവി എന്നാ പറയുന്നത് നിങ്ങൾ? എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല 5 പേരെ കൊലപ്പെടുത്തി ഒരുത്തിന്റെ ഭാവി നോക്കണ്ടേ? ഇനി എന്ത് ഭാവിയാണോ ഓനുള്ളത്? ഓനിപ്പം നമ്മുടെ ചെലവിൽ അവിടെ തീറ്റിപ്പോയിട്ട് നിൽക്കുന്നത്, അതല്ലേ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ വധശേഷം ഇത് പോകേണ്ടത്. ഇവനൊക്കെ മനസ്സിലാക്കണം നിങ്ങൾ. വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഇവനൊക്കെ ധൈര്യം എന്ന് പറഞ്ഞാൽ മറ്റു പല കേസുകളുമാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ട് ഇവനൊക്കെ അറിയാം ഇത്രയേ ഉള്ളൂ, ഇവിടെ ഇങ്ങനെയുള്ളൂ എന്ന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരു കളി കളിക്കുന്നതാണ്. അല്ലാതെ ഉമ്മ പോയിട്ട് ഉമ്മ കൃത്യമായിട്ട് ഉമ്മ നല്ലോണം പഠിക്കുന്നിട്ടാ, പഴയ ഉമ്മയൊന്നല്ല, എല്ലാം ഓർമ്മയുണ്ട് കൃത്യമായിട്ട്. അതായത് ഉമ്മ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ പക്ഷേ പത്രക്കാട് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി എത്രയേ ഉള്ളൂ. അതായത് അഫാമോന് പിന്നെ ഭയങ്കരമായിട്ടുള്ള കുറ്റബോധം ഉണ്ട് എന്ന് പറയുമ്പോഴും അഫാമോൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മാ ആ പെണ്ണില്ലേ ഫർസാന, ഓല് അമ്മ അനിയനും ഏടിയയില്ലതേ, ഉമ്മ ഏടിയല്ലേ വീട്ടിലുണ്ടാവരേ ചോദിക്കുന്നുണ്ടല്ലോ. അവനൊന്നും ഓർമ്മയില്ല പോലും. അവനെന്താ ഈളക്കുട്ടിയാ? ഒന്ന് പോയ പാടുന്ന്. നന്ദി നമസ്കാരം. കഷ്ടം തന്നെയാണ്.